നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന നൽകി വരുന്ന പൊതിച്ചോറ് പദ്ധതി അത് വർഷങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട്. അതിനെ ചൊല്ലി ചില വിവാദങ്ങളും ചർച്ചകളും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ആരോഗ്യമന്ത്രിയായിട്ടുള്ള മുരളീധരൻ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ആശുപത്രികളിലെ സൗജന്യ ഭക്ഷണ വിതരണത്തിൽ സുതാര്യതയും അച്ചടക്കവും ഉറപ്പാക്കാൻ കമ്മ്യൂണിറ്റി കിച്ചണുകൾ സ്ഥാപിക്കുമെന്ന സുപ്രധാന പ്രഖ്യാപനവുമായിട്ടാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വന്നിരിക്കുന്നത്. ബാനറുകളും കൊടികളും കെട്ടി ആശുപത്രി പരിസരങ്ങളെ മത്സരവേദികളാക്കി മാറ്റിക്കൊണ്ട് ഇനി ഭക്ഷണം വിതരണം ചെയ്യാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ കർശനമായി വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയമോ സംഘടനാപരമോ ആയ അടയാളങ്ങൾ ഒഴിവാക്കി കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന ഏകീകൃത സംവിധാനത്തിലൂടെയായിരിക്കും ഇനി സൗജന്യമായി ഭക്ഷണം നൽകുക. ഈ പുതിയ പദ്ധതിയുടെ ആദ്യഘട്ടം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെയായിരുന്നു മന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം. ആശുപത്രികളിലെ പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ MLA ജി സുധാകരൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിയ കടുത്ത വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ആരോഗ്യമന്ത്രിയുടെ ഈ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഭക്ഷണം ഇത്തരത്തിൽ സൗജന്യമായിട്ട് സാധാരണക്കാരായിട്ടുള്ള അവിടെ എത്തുന്ന ഭക്ഷണം വാങ്ങാൻ, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ സാധിക്കാത്ത ആളുകൾക്ക് ഇത് നൽകുന്നത് വളരെ ഉപകാരപ്രദം തന്നെയാണ്. പക്ഷേ അത് വേണ്ട എന്നല്ല പൂർണ്ണമായിട്ട് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ അവിടെ ഉണ്ടാക്കും, എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുക. അതുവഴി ജനങ്ങൾക്ക് ഭക്ഷണം, ഈ പറയുന്ന പൊതിച്ചോറുകൾ അവിടേക്ക് എത്തും. പക്ഷേ ഒരു തരത്തിലും ഒരു അതിലൊരു രാഷ്ട്രീയമാക്കി മാറ്റി അവിടെ കൊടി കെട്ടി ബാനർ കെട്ടി അത്തരത്തിലൊരു മത്സരവേദിയാക്കി സർക്കാർ ആശുപത്രികളെ മാറ്റുകയില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതിനെ പിന്തുണച്ചുകൊണ്ടും നിരവധി ആളുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഭക്ഷണ വിതരണങ്ങളെ തടസ്സപ്പെടുത്തരുത്. കാരണം ഒരു നേരം ഭക്ഷണം വാങ്ങാൻ സാധിക്കാതെ വരുന്നവർക്ക് ഇത് വളരെ ഉപകാരമാണ്. പക്ഷേ ഇത്തരത്തിൽ അവിടെ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് കൊടിയോ ബാനറുകളോ ഒന്നും കെട്ടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എത്രയോ സംഘടനകളൊക്കെ ഭക്ഷണം മുൻപ് നൽകി വന്നിരുന്നതാണ്. തീർച്ചയായിട്ടും അതിനെ പിന്തുണച്ചുകൊണ്ട്, ആരോഗ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകൾ വരുന്നു. ഏതായാലും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെയായിരിക്കും ഇതിന് തുടക്കം കുറിക്കുക എന്നുകൂടി മന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ഒരു മന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കമൻറ്റ് വായിക്കാം. 20 വർഷങ്ങൾക്ക് മുന്നേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പെങ്ങളുടെ പ്രസവ സമയത്ത് ഞാൻ പോയപ്പോൾ അവിടുന്ന് ഉച്ചയ്ക്ക് സേവാഭാരതിയുടെ കുത്തരിക്കഞ്ഞിയും വൈകുന്നേരം KMCCയുടെ ചപ്പാത്തിയും കറിയും മാതാ അമൃതാനമ്മയുടെ ചാരിറ്റി സംഘടനകൾ, ക്രിസ്ത്യൻ സംഘടനകളുടെ ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഒരു കൊടിയോ ബാനറോ ഇല്ലാതെ തന്നെ അത് ഏത് ആളുകൾ ആണ് നൽകുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കൊടുക്കുന്നവർ പറയാതെയോ വാങ്ങുന്നവർ ചോദിക്കാതെയോ തന്നെ. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വന്നത് ഈ DYFI പൊതിച്ചോറ് നൽകി തുടങ്ങിയതിന് ശേഷമാണ്. 1 രൂപ ചെലവ് ചെയ്യാതെ കണ്ട കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും BJPക്കാരൻ്റെയും വീട്ടിൽ പോയി പൊതിച്ചോറ് വാങ്ങിക്കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും പിൻവാതിൽ നിയമനത്തിലൂടെ ഒരു ജോലിയിൽ കയറി പറ്റണം എന്ന ഒറ്റ വിചാരം കൊണ്ട് CPM പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സഖാക്കളെ കൊണ്ട് സ്വന്തം പാർട്ടി കൊടിയും കുത്തി ബാനറും കെട്ടി ചോറ് കൊടുത്തു തുടങ്ങിയത് മുതലാണ്. ചോറ് ഉണ്ടാക്കി നൽകാൻ സമയക്കുറവുള്ളവർ ഒരു 5 പൊതി ചോറിൻ്റെ പൈസ നൽകുകയും ചെയ്യുന്ന വഴി വണ്ടിക്കൂലി, പെട്രോൾ പൈസയും തടയും. 1 രൂപ ചെലവില്ലാതെ സേവനം. ഇത് സോഷ്യൽ മീഡിയയിൽ VK സനോജ് എന്ന് പറയുന്ന DYFI നേതാവിൻ്റെ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ്. അതായത് അയാളുടെ അഭിപ്രായമാണ് അയാൾ പറയുന്നത്. ഇതിനു മുമ്പും ആശുപത്രികളിൽ 20 വർഷം മുമ്പ് പലപ്പോഴും പല ആശുപത്രികളിൽ പോകേണ്ടി വന്നപ്പോഴും ഇത്തരത്തിൽ മാതാ അമൃതാനന്ദമയുടെയും അതുപോലെ സേവാഭാരതിയുടെയും മറ്റുള്ള മത സംഘടനകളുടെയൊക്കെ അവരൊക്കെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, ഭക്ഷണങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും തന്നെ തങ്ങൾ ഇന്ന ആളുകളാണ്, ഇന്ന സംഘടനയുടെ ആളുകളാണ് എന്ന് പറയുന്ന വലിയ തരത്തിലുള്ള ബോർഡുകളോ ബാനറുകളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ അത് വാങ്ങി കഴിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അത് ആരാണ് എന്നുള്ളത്. അങ്ങനെ സേവനം ചെയ്യുന്ന നിരവധി സംഘടനകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഒരു പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കേരളത്തിലെ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഇല്ലാത്ത വിധം ആലപ്പുഴ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ മാത്രം പ്രത്യേക ഷെഡ് കെട്ടി ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്യുന്ന സംവിധാനം നിരുത്സാഹപ്പെടുത്തണമെന്ന് ജി സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഭക്ഷണ വിതരണത്തിന്റെ പേരിൽ പല സംഘടനകളും വ്യാപകമായി പണം പിരിക്കുന്നുണ്ടെന്നും ഈ പിരിക്കുന്ന പണത്തിന്റെ കൃത്യമായ കണക്കുകൾ ആശുപത്രി വികസന സമിതിക്ക് നൽകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു.
പൂർണ്ണമായും സുതാര്യതയോടെയും ആശുപത്രിക്ക് മേന്മയുണ്ടാകുന്ന രീതിയിലും ഭക്ഷണ വിതരണം ക്രമപ്പെടുത്തേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ ഇടതുപക്ഷ യുവജന സംഘടനകൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച പൊതിച്ചോറുകളാണ് വിതരണം ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ പണം പിരിച്ച് ഷെഡ് കെട്ടി പാചകം ചെയ്യുന്നത് ശരിയായ രീതിയല്ലെന്നും സുധാകരൻ വിമർശിച്ചിരുന്നു. ഈ പ്രസ്താവന വലിയ ചർച്ചയായതോടെ അദ്ദേഹം പിന്നീട് നിലപാടൊന്നും മയപ്പെടുത്തിയെങ്കിലും ആശുപത്രി കോമ്പൗണ്ടിലെ രാഷ്ട്രീയ സ്വഭാവമുള്ള ഭക്ഷണ വിതരണത്തിനെതിരെ കടുത്ത ആക്ഷേപം നിലനിന്നിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി ആരംഭിക്കുമെന്ന മന്ത്രിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വലിയ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളാണ് നിലവിലുള്ളത്. ആശുപത്രികളിൽ വർഷങ്ങളായി ഡിവൈഎഫ്ഐ നടത്തിവരുന്ന പൊതിച്ചോറ് വിതരണത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും അതിന്റെ രാഷ്ട്രീയ മേൽക്കോയ്മ ഇല്ലാതാക്കുന്നതുമായ ഒരു നീക്കമായാണ് ഈ പ്രഖ്യാപനം വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം തന്നെ ഈ ഒരു ഡിവൈഎഫ്ഐ വർഷങ്ങളായി നടത്തിവരുന്ന ഹൃദയപൂർവ്വം ഭക്ഷണ വിതരണം അവസാനിപ്പിക്കാനുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം പ്രതിഷേധാർഹമാണെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അതായത് ഇത് അവസാനിപ്പിക്കാനാണ് മന്ത്രി പറഞ്ഞത് എന്നുള്ള തരത്തിലാണ് ഡിവൈഎഫ്ഐ നേതാവ് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരിക്കലും മന്ത്രി പറഞ്ഞിട്ടുള്ള പ്രസ്താവന കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും, ഒരിക്കലും ഇത് അവസാനിപ്പിക്കാനല്ല പറഞ്ഞത്. ഈ കൊടിയും ബാനറും കുത്തിക്കെട്ടി അതൊരു മത്സരവേദിയാക്കിക്കൊണ്ടുള്ള ഒരു ഭക്ഷണ വിതരണം വേണ്ട സർക്കാർ ആശുപത്രികളുടെ കോമ്പൗണ്ടുകളിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിശപ്പടക്കുന്ന ഇത്തരം ജനകീയ പ്രവർത്തനങ്ങൾ തടയാനുള്ള നീക്കം മനുഷ്യത്വരഹിതമാണെന്നാണ് സനോജ് കുറ്റപ്പെടുത്തുന്നത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐ നേതാവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ വർഷങ്ങളായി ഡിവൈഎഫ്ഐ നടത്തിവരുന്ന ഹൃദയപൂർവ്വം ഭക്ഷണ വിതരണം അവസാനിപ്പിക്കുമെന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം പ്രതിഷേധാർഹവും മനുഷ്യത്വരഹിതവുമാണ്. ഹൃദയപൂർവ്വം വെറുമൊരു പൊതിച്ചോർ വിതരണം മാത്രമല്ല, മനുഷ്യർക്കിടയിൽ വിഭജനത്തിന്റെയും ഭിന്നപ്പിന്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വർത്തമാനകാലത്ത് അപരനോടുള്ള കരുതലും ശ്രീനാരായണ ഗുരു ഉയർത്തിയ സോദരദ്വേന എന്ന ആശയത്തിന്റെ പ്രയോഗവൽക്കരണവും കൂടിയാണ്. അറിയപ്പെടാത്തവർക്ക് ആശുപത്രികളിൽ ദിവസങ്ങളോളം കഴിയുന്ന രോഗികളുടെയും അവരുടെ കൂട്ടിരിപ്പുകാരുടെയും വിശപ്പിന് ആശ്വാസമാകുന്ന വീടുകളിൽ നിന്ന് സ്നേഹപൂർവ്വം ശേഖരിച്ച മനുഷ്യ സ്നേഹത്തിന്റെ പങ്കുവെക്കലാണ്. രാഷ്ട്രീയവും സംഘടനയും മറികടന്ന് ആയിരക്കണക്കിന് സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിച്ച ഒരു ജനകീയ പ്രവർത്തനമാണ്. ആശുപത്രികളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച് ഭക്ഷണം നൽകുമെന്നാണ് സർക്കാർ പറയുന്നത്. അത്തരം സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് എതിർക്കുന്ന നിലപാട് ഡിവൈഎഫ്ഐക്കില്ല. എന്നാൽ ആ സംവിധാനം യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പേ നിലവിലുള്ള ജനകീയ സംവിധാനത്തെ അവസാനിപ്പിക്കാൻ തിടുക്കം കാണിക്കുന്നത് സ്വാഭാവികമായും സംശയങ്ങൾ ഉയർത്തുന്നതാണ്. ഹൃദയപൂർവ്വം പദ്ധതിക്കെതിരെ കാലങ്ങളായി നടന്നു വരുന്ന പ്രചാരണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമാണ് എന്നത് വ്യക്തമാണ്. സമൂഹത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ഡിവൈഎഫ്ഐക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും ഈ പദ്ധതിക്ക് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ലഭിച്ച അംഗീകാരവും ചിലരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ 30 വീട് നിർമ്മിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ പിരിച്ചിട്ടും 3 വീട് പോലും നിർമ്മിക്കാനാകാതെ പോയവർക്കും ഡിവൈഎഫ്ഐ 100 വീട് നിർമ്മിച്ചു നൽകുന്നത് കാണുമ്പോൾ ജാള്യത ഉണ്ടാകുക സ്വാഭാവികം. സംഘടനാ ശേഷി എന്നത് ഗ്രൂപ്പ് മത്സരവും വ്യാജ ID കാർഡ് നിർമ്മാണവും ഒക്കെയായി കാണുന്നവർക്ക് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആശുപത്രികളിൽ മുടങ്ങാതെ രക്തം ദാനം ചെയ്യുകയും പൊതിച്ചോറ് എത്തിക്കുകയും ചെയ്യുന്ന സംഘടനാ മികവ് കാണുമ്പോൾ അസ്വസ്ഥതയുണ്ടാകും. തങ്ങൾക്ക് ഒരു കാലത്തും ചെയ്യാനാകില്ല എന്ന് ഉറപ്പുള്ളത് മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോഴുള്ള ഫ്രസ്ട്രേഷനാണത്. ഒന്ന് മാത്രം പറയാം, രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സർക്കാർ സംവിധാനം വഴി തുടർച്ചയായും വിശ്വസനീയമായും ഭക്ഷണം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതുവരെ ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും. വിശപ്പുള്ള മനുഷ്യന്റെ മുന്നിൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഏത് തീരുമാനത്തെയും ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഡിവൈഎഫ്ഐക്ക് ഉറപ്പുണ്ട്. ഹൃദയപൂർവ്വം തുടരും, കാരണം വിശപ്പിൽ ഞങ്ങൾ രാഷ്ട്രീയം കലർത്താറില്ല എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. ഇത് തന്നെയാണ് കെ മുരളീധരനും പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറയുന്നതും ഇത്തരത്തിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നതിലല്ല, കൊടികളും ബാനറുകളും ഉയർത്തിക്കൊണ്ട് ആശുപത്രി സ്ഥലങ്ങളെ ഒരു മത്സരവേദിയാക്കിക്കൊണ്ടുള്ള ഭക്ഷണ വിതരണത്തെയും, അതുപോലെ ജി സുധാകരൻ പറയുന്നത് പോലെ ഒരു ഷെഡ് കെട്ടി അതിനുള്ളിൽ ഭക്ഷണം പാചകം ചെയ്ത് നൽകുന്ന ഈ ഒരു പ്രവൃത്തിയും അതിനെ ഒരു തടയിടണം എന്നുള്ളത് കൊണ്ടാണ് കമ്മ്യൂണിറ്റി കിച്ചൺ പോലുള്ള പദ്ധതികൾ കൊണ്ടുവരുമെന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്.